വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാബ് അസിസ്റ്റൻ്റ് മുൻവർഷ ചോദ്യ പേപ്പേഴ്സ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട്, അതിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ SCRT ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ചെസ്സ് ബോർഡിൽ എത്ര ചതുരങ്ങളാണുള്ളത്? ഒരു ചെസ്സ് ബോർഡിൽ എത്ര ചതുരങ്ങളാണുള്ളത്? എത്രയാണ്? 64 ചതുരങ്ങളാണ് ഒരു ചെസ്സ് ബോർഡിൽ ഉണ്ടായിരിക്കുക. എത്ര ചതുരങ്ങളാണ്? 64 ചതുരങ്ങളാണ് ഒരു ചെസ്സ് ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ്, ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ് അല്ലേ. കാവേരിനെയാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്? ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്നത്. കാവേരിയിലാണല്ലോ അല്ലേ ഹൊഗനക്കൽ വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദക്ഷിണ ഗംഗ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം ഏതാണ്? നീല നിറമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറം ഏതാണ്? നീല. നെക്സ്റ്റ്, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? സിനിമയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നൽകുന്നത്. നെക്സ്റ്റ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് അല്ലേ. ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. എവിടെയാണ്? ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം. റിപ്പീറ്റഡ് ആണ് കേട്ടോ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇനി ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ. തൃശ്ശൂർ ജില്ലയിലെ കണ്ടശങ്കടവിലാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം. എവിടെയാണ്? കണ്ടശങ്കടവ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ടശങ്കടവ്. 10ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 2002 മുതൽ 2007 വരെയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയായിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പോയിൻറ്സും ഉൾക്കൊണ്ടിട്ടാണ് SCRT പ്ലസ് നമ്മുടെ കുറച്ച് പോയിൻറ്സും കൂടി ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയുടെ 1ാം നിയമനിർമ്മാണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ 1ാം നിയമനിർമ്മാണ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1955 സ്വതന്ത്ര ഇന്ത്യയുടെ 1ാം നിയമനിർമ്മാണ കമ്മീഷൻ രൂപീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ 2025 നോക്കുകയാണെങ്കിൽ 2024 അപ്പോയിൻ്റ് ചെയ്താണ് വിജയ കിഷോർ രഹത്കാർ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ വിജയ കിഷോർ രഹത്കാറാണ്. നെക്സ്റ്റ്, ഹുമയൂൺ നാമ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഗുൽബദാസ് ബീഗം. ഹുമയൂൺ നാമ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഗുൽബദാസ് ബീഗം. ഹുമയൂൺ നാമ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഗുൽബദാസ് ബീഗം. കന്യാകുമാരിയും വാരണാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? കന്യാകുമാരിയും വാരണാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? NH7 ആണ്. കന്യാകുമാരിയും വാരണാസിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ്? NH7. ഇൻസുലിൻ കണ്ടുപിടിച്ച വർഷം ഏതാണ്? 1921 ഇൻസുലിൻ കണ്ടുപിടിച്ചത്. 1921 ഇൻസുലിൻ കണ്ടുപിടിച്ചത്. ഹിരാക്കുഡ് വിവിധോദ്ദേശ ജലസേചന പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് വിവിധ ഉദ്ദേശ ജലസേചന പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെസ്ലി ഓവൻസ് പുരസ്കാരം ഏത് മേഖലയ്ക്കാണ് നൽകി വരുന്നത്?
ജെസ്ലി ഓവൻസ് പുരസ്കാരം ഏത് മേഖലയ്ക്കാണ് നൽകി വരുന്നത്? ഏത് മേഖലയ്ക്കാണ്? സ്പോർട്സിനാണ് ജെസ്ലി ഓവൻസ് പുരസ്കാരം നൽകി വരുന്നത്. ഇതിനാണ് സ്പോർട്സിനാണ്. ഗൗതമ ബുദ്ധൻ്റെ അമ്മയുടെ പേരെന്താണ്? ഗൗതമ ബുദ്ധൻ്റെ അമ്മയുടെ പേരെന്താണ്? എന്താണ്? മായാദേവി എന്നാണ്. മായാദേവി എന്നാണ് ഗൗതമ ബുദ്ധൻ്റെ അമ്മയുടെ പേരെന്താണ്? മായാദേവി. നെക്സ്റ്റ്, ഇൻഡിക്ക എഴുതിയതാരാണ്? ഇൻഡിക്ക എഴുതിയതാരാണ്? മെഗസ്തനീസ് ആണ്. ഇൻഡിക്ക എഴുതിയതാരാണ്? മെഗസ്തനീസ്. ഇൻഡിക്ക എഴുതിയതാരാണ്? മെഗസ്തനീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ലോഹമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ലോഹമല്ലാത്തത് ഏതാണ്? വജ്രമാണ് അല്ലേ. കാർബണിൻ്റെ രൂപാന്തരമാണ് ഈ വജ്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാർബണിൻ്റെ എലോട്രോപ്പാണ് വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ ലോഹമല്ലാത്തത് ഏതാണ്? വജ്രമാണ്. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവയ്ക്ക് എന്താണ്? ലോഹങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ഗിർ വനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗുജറാത്തിലാണ് ഗിർ വനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ക്രിക്കറ്റിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏതാണ്? ക്രിക്കറ്റിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏതാണ്? ലോർഡ്സ് ആണ് അല്ലേ. ലോർഡ്സ് ആണ് ക്രിക്കറ്റിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏതാണ്? ലോർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെട്രോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശിലകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് പെട്രോളജി എന്ന് പറയുന്നത്. ശിലകളെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ പെട്രോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശിലകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് പെട്രോളജി എന്ന് പറയുന്നത്. ഇനി മാർക്ക് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? മാർക്ക് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ജർമ്മനിയുടെ കറൻസിയാണ് മാർക്ക് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ്? ജർമ്മനിയുടെ കറൻസിയാണ് മാർക്ക്. സുമോ ഗുസ്തി ഏത് രാജ്യത്തിൻ്റെ കായിക വിനോദമാണ്? സുമോ ഗുസ്തി ഏത് രാജ്യത്തിൻ്റെ കായിക വിനോദമാണ്? ഏത് രാജ്യത്തിൻ്റെതാണ് സുമോ ഗുസ്തി? ജപ്പാൻ്റെ കായിക വിനോദമാണ് സുമോ ഗുസ്തി. ആരുടെയാണ്? ജപ്പാൻ്റെ കായിക വിനോദമാണ് സുമോ ഗുസ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദീ സംസ്കാര കാലഘട്ടത്തിലെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്തുപയോഗിച്ചാണ്? സിന്ധു നദീ സംസ്കാര കാലഘട്ടത്തിലെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്തുപയോഗിച്ചാണ്? ഇഷ്ടികയാണ് അല്ലേ. ഇഷ്ടിക ഉപയോഗിച്ചാണ് സിന്ധു നദീ സംസ്കാര കാലഘട്ടത്തിലെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇഷ്ടിക ഉപയോഗിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു? മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനമാണ് ജലം അടങ്ങിയിരിക്കുന്നത്? എത്രയാണ്? 60%. മനുഷ്യ ശരീരത്തിൽ 60% ജലം അടങ്ങിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 60% ജലം അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ് അല്ലേ. മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര്. ഏതാണ്? മാഗ്നറ്റൈറ്റ്. ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഒക്കെ എന്തിനെയാണ്? ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഇനി ബോക്സൈറ്റ് എന്തിനെയാണ്? അലുമിനിയത്തിൻ്റെ ആണ് അല്ലേ. അലുമിനിയത്തിൻ്റെയാണ് ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. നെക്സ്റ്റ്, ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? 1789-99 കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. 1789-99 കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നത് എന്തിനെയാണ്? ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നത് എന്തിനെയാണ്? കുഷ്ഠത്തെയാണ് അല്ലേ. കുഷ്ഠത്തെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നത്. എന്തിനെയാണ്? കുഷ്ഠത്തെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗതയുള്ള സസ്തനി ഏതാണ്? ചീറ്റയാണ്. ഏറ്റവും വേഗതയുള്ള സസ്തനി ഏതാണ്? ചീറ്റ. ലോകത്തിൽ ഏറ്റവും അവസാനമായി രൂപീകൃതമായ രാജ്യം ഏതാണ്? തെക്കൻ സുഡാൻ ആണ് ലോകത്തിൽ ഏറ്റവും അവസാനമായി രൂപീകൃതമായത്. ഏതാണ്? തെക്കൻ സുഡാൻ. ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്? ഏത് രോഗത്തെയാണ്? ഏതാണ്? മലേറിയനാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്ന ഏതിനെയാണ്? മലേറിയനാണ് അല്ലേ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്ന ഏതിനെയാണ്? മലേറിയനാണ്.
നെക്സ്റ്റ്, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5-നാണ് അല്ലേ? ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ജൂൺ 5. ആരുടെ പ്രസിദ്ധമായ ചെറുകഥയാണ് പട്ടാളക്കാരൻ? പട്ടാളക്കാരൻ ആരുടെ പ്രസിദ്ധമായ ചെറുകഥയാണ്? കോവിലൻ്റെയാണ് അല്ലേ? കോവിലൻ്റെ പ്രസിദ്ധമായ ചെറുകഥയാണ് പട്ടാളക്കാരൻ. പട്ടാളക്കാരൻ ആരുടേതാണ്? കോവിലൻ്റേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2. നവസാരത്തിൻ്റെ രാസനാമം ഏതാണ്? നവസാരത്തിൻ്റെ രാസനാമമാണ് ചോദിച്ചിരിക്കുന്നത്. നവസാരത്തിൻ്റെ രാസനാമം ഏതാണ്? അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ആണ് നവസാരത്തിൻ്റെ രാസനാമം. എന്താണ്? അമോണിയം ക്ലോറൈഡ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള പഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള പഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിസ്തീർണമുള്ള പഞ്ചായത്ത് ഏതായിരുന്നു? വളപട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? വർഗീസ് കുര്യൻ ആണല്ലേ? വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ്. MS സ്വാമിനാഥൻ ആരാണ്? MS സ്വാമിനാഥൻ ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. എന്നാൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. നോർമൻ ബോർലോഗ് ആണ് ആദ്യമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ MS സ്വാമിനാഥനാണല്ലേ? ഇന്ത്യയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ് വർഗീസ് കുര്യൻ. 2010-15 കാലഘട്ടത്തിലെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? 2010-15 കാലഘട്ടത്തിലെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതായിരുന്നു. ആ ഒരു സമയത്ത് വിജയ് കോൽക്കർ ആയിരുന്നു. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗിരി ആണല്ലേ? ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ് ഇപ്പോഴത്തെ 2025-24 ആ ഒരു സമയത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം 2013-ലാണ് അപ്പോയിൻ്റ് ആയത്. 2013-ലാണെന്നും പഠിച്ചു വെക്കുക. 2023-ലാണ് അപ്പോയിൻ്റ് ആയതെന്നും പഠിച്ചു വെക്കുക കേട്ടോ. 2023, 24, 25 തുടക്കം അല്ലേ? ആ ഒരു സമയത്ത് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. നെക്സ്റ്റ്, അന്തസംഘർഷത്തിൻ്റെ കവി എന്ന വിശേഷണം താഴെ പറയുന്നവരിൽ ആർക്കാണ് നൽകിയിട്ടുള്ളത്? അന്തസംഘർഷത്തിൻ്റെ കവി എന്ന വിശേഷണം താഴെ പറയുന്നവരിൽ ആർക്കാണ് നൽകിയിട്ടുള്ളത്? കുമാരനാശാനാണ്. കുമാരനാശാനാണ് അന്തസംഘർഷത്തിൻ്റെ കവി എന്ന വിശേഷണം നൽകിയിരിക്കുന്ന ആർക്കാണ്? കുമാരനാശാനാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ്? തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം. വിക്രമാദിത്യ വരഗുണൻ്റെ ശാസനത്തിൻ്റെ പേരെന്താണ്? എന്താണ്? പാലിയം ശാസനം എന്നാണ് അല്ലേ? പാലിയം ശാസനം എന്നാണ്. വിക്രമാദിത്യ വരഗുണൻ്റെ ശാസനത്തിൻ്റെ പേരെന്താണ്? പാലിയം ശാസനം. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്തുൽപാദനത്തിനാണ് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നത്?
എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്തുൽപാദനത്തിനാണ് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നത്? എന്തുൽപാദനത്തിനാണ്? കൈതച്ചക്കിയാണ് അല്ലേ വാഴക്കുളത്ത് ഫേമസ്. ഏതാണ്? കൈതച്ചക്കിയാണ്. എവിടെയാണ് വാഴക്കുളം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? എറണാകുളത്താണ്. NN പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? NN പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഞാൻ എന്നാണ്. NN പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഞാൻ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ് അല്ലേ. ചൂട് കൂടുതലുള്ള ഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ശുക്രനാണ്. ശുക്രനാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹം. ഏതാണ്? ശുക്രൻ. താഴെ പറയുന്നവയിൽ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് അല്ലാത്തത് ഏത്? ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് അല്ലാത്തത് ഏതാണ്? ഡേവിസ് കപ്പാണ്. നമുക്ക് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക. US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ എന്നിവയൊക്കെ എന്താണ്? ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്സ് ആണ്. US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് 1917 നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. നെക്സ്റ്റ്, ജീവകം എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ് അല്ലേ. നിശാന്തതയാണ്. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. നെക്സ്റ്റ്, ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലേ. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ. 1972 സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? 1972 സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോയും കൂടി ചേർന്നാണ് 1972 സിംല കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോയും കൂടി ചേർന്നാണ്. നെക്സ്റ്റ്, സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു അല്ലേ. കാഠ്മണ്ഡു നേപ്പാളാണ്. സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു ആണ്. സാർക്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മൂന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അഫ്ഗാൻകാരും മറാത്തികളും തമ്മിലായിരുന്നു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഫ്ഗാൻകാരും മറാത്തികളും തമ്മിലായിരുന്നു. മൂന്നാം പാനിപ്പത്ത് യുദ്ധം അഫ്ഗാൻകാരും മറാത്തികളും തമ്മിലായിരുന്നു. നെക്സ്റ്റ്, വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം എവിടെ വെച്ചായിരുന്നു? വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച വിപ്ലവം എവിടെ വെച്ചായിരുന്നു? തിരുവിതാംകൂറിൽ വെച്ചായിരുന്നു. തിരുവിതാംകൂറിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിക്കുന്ന വിപ്ലവം. കലിംഗ യുദ്ധം ഏത് വർഷമാണ് നടന്നത്? കലിംഗ യുദ്ധം 261 BC. BC 261 കലിംഗ യുദ്ധം നടക്കുന്നത്. BC 261 കലിംഗ യുദ്ധം നടക്കുന്നത്. കേരളത്തിലെ ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് രേവതി പട്ടത്താനം നടത്തി വരുന്നത്? കേരളത്തിലെ ഏത് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് രേവതി പട്ടത്താനം നടത്തി വരുന്നത്? ഏതാണ്? തളി ക്ഷേത്രത്തിലാണ്. തളി ക്ഷേത്രത്തിലാണ് രേവതി പട്ടത്താനം നടത്തി വരുന്നത്. തളി ക്ഷേത്രത്തിലാണ്. നെക്സ്റ്റ്, പ്രാചീന കേരളത്തിൽ ഭരണാധികാരികൾ ഒത്തുചേർന്ന് 28 ദിവസത്തേക്ക് ആഘോഷിച്ചു വന്ന ഉത്സവം ഏതാണ്? പ്രാചീന കേരളത്തിൽ ഭരണാധികാരികൾ ഒത്തുചേർന്ന് 28 ദിവസത്തേക്ക് ആഘോഷിച്ചു വന്ന ഉത്സവം ഏതാണ്? മാമാങ്കമാണ്. ഓക്കെ, ഇതിപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് GK പോർഷനിൽ PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേപ്പർ കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.